Hi everyone, welcome back to Chinnus Taste Birds. ഇന്ന് ഞാനൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ തണ്ണിമത്തൻ ചെറുതായി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുരു എല്ലാം കളഞ്ഞ് തണ്ണിമത്തൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തണ്ണിമത്തൻ്റെ അളവ് എന്ന് പറയുന്ന ഒരു കപ്പിൽ കൂടുതൽ ചെറിയ പീസായിട്ട് അരിഞ്ഞ തണ്ണിമത്തനുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെയും കുരു കളഞ്ഞ് നീരെടുത്തിട്ടുള്ളതാണ്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് നമുക്ക് ജ്യൂസ് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഒരു നാരങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലാസിൻ്റെ സൈഡിലേക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയിലേക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണെങ്കിലും. ഇനി അടുത്ത ഗ്ലാസ്സും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ജ്യൂസ് വിളമ്പുന്ന ആ ഒരു ഭംഗി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ഇഫ്താർ ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഐസ് ക്യൂബ്സ് ആവശ്യമനുസരിച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല തണുത്ത തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പ്രത്യേകം ഐസ് ക്യൂബ്സ് ചേർത്തില്ല. അപ്പോൾ ഐസ് ക്യൂബ്സ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ജ്യൂസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.